ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എന്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സിസ് ബാങ്കിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു എക്സാമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. ആക്സിസ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ കാണുന്ന ഒരു ബാങ്കാണ് അല്ലെ. അപ്പൊ ഈ ഒരു ബാങ്കില് ഡെപ്യൂട്ടി മാനേജർ ആവാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഇങ്ങനെ ഇതിലേക്ക് വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ ലിങ്ക്, നമ്മുടെ ഈ ഒരു സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് താഴെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ലിങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കട്ടെ. അപ്പൊ ആക്സിസ് ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, ആക്സിസ് ബാങ്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ ആർക്കെങ്കിലും? അപ്പൊ ആക്സിസ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു ബാങ്കാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ നാട്ടിൽ ഉള്ളൊരു ബാങ്കാണ്. തേർഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ആണ് വരുന്നത്. ആക്സിസ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ തേർഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ആണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. അപ്പൊ ഈ മെയിൻ ആയിട്ട് ആക്സിസ് ബാങ്ക് ഓഫർ ചെയ്തിരിക്കുന്നത് റീറ്റെയിൽ, കോർപ്പറേറ്റ്, MSME, അഗ്രികൾച്ചർ കസ്റ്റമേഴ്സിനൊക്കെ ലോൺ, അവർക്ക് ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കുക. അതുപോലെ അങ്ങനെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്ന ബാക്കി എല്ലാ ബാങ്കിനെ പോലെ തന്നെയാണ് ആക്സിസ് ബാങ്ക്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, എല്ലാ ജില്ലകളിലും ബ്രാഞ്ചസ് ഉണ്ട്, ആക്സിസ് ബാങ്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോലി കിട്ടുക, ഇതിൽ ജോലി കിട്ടിയിട്ട് ഫീസ് പേ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ആക്സിസ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഗ്രൂപ്പ് പ്രോഗ്രാം ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പാക്കേജിനെ കുറിച്ച്, എബൌട്ട് പാക്കേജ്, പ്രോഗ്രാം സ്ട്രക്ചർ, ഹയറിംഗ് പ്രോസസ്സ്, എലിജിബിലിറ്റി എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വരുന്നത് ഒരു നമ്മുടെ ഡെപ്യൂട്ടി മാനേജർ ആയിട്ടാണ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഹയറിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോഗ്രാം സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഹയറിംഗ് പ്രോസസ്സ് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഫീ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ 299 രൂപയാണ് ഇതിന്റെ ഫീ വരുന്നത്. 299 രൂപയാണ് ഇതിന്റെ ഫീ വരുന്നത് കേട്ടോ. എത്രയാണ്? 299 രൂപയെ വരുന്നത്. ഇപ്പൊ ചില എക്സാമിനൊക്കെ നല്ലൊരു എമൗണ്ട് വരുമല്ലോ, 500 രൂപയിൽ കൂടുതലൊക്കെ വരുമല്ലോ. ഇതിൽ അത്രയില്ല, ഇതില് 299 രൂപയാണ് ഫീ വരുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിൽ ചോദിച്ചു കഴിഞ്ഞാല് പാൻ കാർഡ്, ആധാർ കാർഡ്, 10th, +2, ഗ്രാജുവേഷൻ മാർക്ക് കാർഡ് ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണം. അപ്പൊ ഇത് ബാങ്കിലേക്ക് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇവിടെ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വേണം. ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്? പാൻ കാർഡ്, ആധാർ കാർഡ്, +2, 10th, ഗ്രാജുവേഷൻ മാർക്ക് കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുക. അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇത് കാണും, നിങ്ങളുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, എന്നിട്ട് OTP സെൻഡ് ചെയ്യുക. OTP വരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതാണ് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ആക്കുക. എന്നിട്ട് അഗ്രി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇപ്പൊ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ബ്ലൂ വരുന്നില്ല, കാരണം ബാക്കിയൊന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബാക്കിയെല്ലാം ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ പേരുകളും ഒക്കെ എന്തായിരുന്നു ഇവിടെ വരും. അപ്പൊ അതൊക്കെ ചെയ്താൽ മതി. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ അപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് അടുത്ത ഇവിടെ വരുന്നത് എന്തായിരുന്നു? സ്ട്രക്ചേർഡ് ഓൺലൈൻ അസസ്മെന്റ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് എന്തായിരുന്നു? ഓൺലൈൻ അസസ്മെന്റ് ആണ്. ഓൺലൈൻ അസസ്മെന്റിൽ എന്താണ് വരുന്നത്? 80 minutes ഓൺലൈൻ സ്ട്രക്ചറേറ്റഡ് എക്സാം കവറിംഗ് ആണ് വരുന്നത്. എത്ര? 80 minute ആണ് വരുന്നത്. 80 minute എക്സാം. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? കോഗ്നിറ്റീവ്, റിട്ടൺ ഇംഗ്ലീഷ്, സ്പീച്ച് എക്സ് കോമ്പറ്റൻസി. ഇതാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു? കോഗ്നിറ്റീവും റിട്ടൺ ഇംഗ്ലീഷും അതുപോലെ തന്നെ സ്പീച്ച് കോമ്പറ്റൻസീസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഓൺലൈൻ അസസ്മെന്റിന്റെ സ്ട്രക്ചർ. അപ്പൊ അതിലെന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ അതിലെന്താ നമുക്ക് നോക്കാം. ഇനി കരിയർ പാനലിന്റെ അത് കഴിഞ്ഞിട്ടുള്ളതാണ്. കരിയർ പാനലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, കരിയർ പാനലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും.
ആ ഇന്റർവ്യൂല് നമുക്ക് എന്തായിരുന്നു നമ്മുടെ പേഴ്സണാലിറ്റിയും ബേസിക് ആയിട്ട് നമുക്ക് ഇന്റർവ്യൂവിൽ നമ്മൾ ഇത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, അതുപോലെ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ അടുത്ത്. മെയിൻ ആയിട്ട് ഇന്റർവ്യൂവിൽ നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അല്ലെ. നമുക്ക് പ്രസന്റബിൾ ആണോ നമ്മൾ, അതാണ് ഇന്റർവ്യൂവിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂ നമ്മൾ പ്രസന്റബിൾ ആണോ എന്ന് അവർ നോക്കുന്നു. അങ്ങനെ നമ്മൾ കരിയർ പാനലിന്റെ ഇന്റർവ്യൂല് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂ ഉണ്ട്. അവിടെ നിന്ന് എന്തായിരുന്നു, ഇവിടെ നിന്നാണ് ഫൈനൽ ഇവാലുവേഷൻ നടക്കുന്നത്. ഓക്കെ, ഫൈനൽ ഇവാലുവേഷൻ നടക്കുന്നത് ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂലാണ് ഫൈനൽ ഇവാലുവേഷൻ നടക്കുന്നത് കേട്ടോ. ആക്സിസ് ബാങ്കിന്റെ പാനൽ ഇന്റർവ്യൂവിന് എന്താ നടക്കുന്നത്, ഫൈനൽ ഇവാലുവേഷൻ ആണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ടാണ് ഓഫർ ലെറ്റർ റിസീവ് ചെയ്യുന്നത്. ഓഫർ ലെറ്റർ റിസീവ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ട് ഫീ പേയ്മെന്റും കഴിഞ്ഞിട്ട്, ഫസ്റ്റ് ഫീ പേയ്മെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഹയറിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പ്രോഗ്രാം സ്ട്രക്ചർ 12 മന്ത് ആണ്. അപ്പൊ നിങ്ങൾ ഹയറിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 മാസമാണ് ഇതിന്റെ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇതിലെ ഫൗണ്ടേഷൻ ബ്ലോക്സ് ആദ്യം 2 മാസമാണ്, അത് ഓൺലൈൻ മോഡിലാണ് വരുന്നത്. ഓക്കെ, ആദ്യത്തെ 2 മാസം ഓൺലൈൻ ക്ലാസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ എറ്റിക്വേറ്റ്, പിന്നെ ബിസിനസ് ബാങ്കിങ് സൊല്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ, സെയിൽസ് ആൻഡ് കൺസ്യൂമർ എൻഗേജ്മെന്റ്, ഇതൊക്കെ എന്തായിരുന്നു നമ്മുടെ മൊഡ്യൂൾ 1 വരും. അത് കഴിഞ്ഞ് മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ബുക്സ് ആണ്, 2 മാസമാണ്. ഇത് ക്യാമ്പസ് മോഡിലായിരിക്കും വരുന്നത്. ഇത് നടക്കുന്നത് പൂനെയിലാണ് നടക്കുന്നത് കേട്ടോ. ഇത് ഒരു പ്രോഗ്രാം നടക്കുന്നത് പൂനെയിലാണ്. ഈ രണ്ടാമത്തെ മൊഡ്യൂളിലാണ് ലാംഗ്വേജ് സെയിം ആണ് നോക്കുക, ലാംഗ്വേജ് ആൻഡ് പ്രൊഫഷണൽ എറ്റിക്വേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് കഴിഞ്ഞ് ബിസിനസ് ബാങ്കിങ് സൊല്യൂഷൻ 2 ആണ്. നേരത്തെ 1 ആയിരുന്നു, ഇവിടെ 2 ആണ്. സെയിൽസ് ആൻഡ് കസ്റ്റമർ മാനേജ്മെന്റ്, അതാണ് മൊഡ്യൂൾ 2 പറയുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, 2 മാസം ഉണ്ടാവും. ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചസിൽ ഇന്റേൺഷിപ്പ് ആയിട്ട്, ആക്സിസ് ബാങ്കിന്റെ പല ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ, അതില് ഇന്റേൺഷിപ്പ് ആയിട്ട് എന്തായിരുന്നു 2 മാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് സാലറി, ഒരു സ്റ്റൈപ്പൻഡുകൾ കിട്ടി തുടങ്ങും കേട്ടോ. ഇനി അതുപോലെ തന്നെ 4ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ചസിൽ 6 മാസത്തെ ജോബ് ട്രെയിനിങ്. അതായത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓഫ്ലൈനിലായിട്ട് പോയി പഠിക്കേണ്ടത് 2 മാസമാണ് പൂനെയിൽ പോയിട്ട് പഠിക്കുന്നത്. ക്യാമ്പസ് മോഡില് പൂനെയിൽ പോയിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ അതാണ് ഇതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന് വർക്ക് എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കാൻഡിഡേറ്റ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ സെയിൽസ് ഓർ സർവീസ് ഡൊമൈൻ, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് എ റിലീവിംഗ് ലെറ്റർ ഫ്രം എംപ്ലോയർ അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ദ ക്യാമ്പസ് ടെൻഡർ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എന്തായിരുന്നു, വർക്ക് എക്സ്പീരിയൻസ് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ് വേണം. എവിടെയാണ്, സെയിൽസിലോ സർവീസിലോ അങ്ങനെ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നാണ് പറയുന്നത്. അപ്പൊ സെയിൽസിലും നമുക്കറിയാം, സർവീസിലെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ എളുപ്പമാണ്. നിങ്ങൾ മിക്ക ആൾക്കാർക്കും അതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇനി എഡ്യൂക്കേഷൻ എന്തായിരുന്നു, ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം എനി സ്ട്രീം വിത്ത് 50% അപ്പോ 50% കൂടി മാർക്കെങ്കിലും മിനിമം, അത് മിക്ക ആൾക്കാർക്കും ഉണ്ടാവും 50% മാർക്ക് അല്ലെ. 50% മാർക്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ വേണം ഗ്രാജുവേഷനിലും പോസ്റ്റ് ഗ്രാജുവേഷനിലും എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 10th and +2 ആൻഡ് ഗ്രാജുവേഷൻ ഷുഡ് ബി. അപ്പോൾ റെഗുലർ ആയിട്ട് 10th +2 ഡിഗ്രി ഒക്കെ എന്തായിരുന്നു, ഡിസ്റ്റൻസ് ഒന്നും പറ്റില്ല, റെഗുലർ ആയിട്ട് തന്നെ പോയിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ബാങ്ക് ജോലിയാണ്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഗ്രാജുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 1 to 2 years എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ഒരു 6 മാസം വർക്ക് എക്സ്പീരിയൻസ് മതി. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ MAയോ BA MAയോ MSCയോ MBA എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം എക്സ്പീരിയൻസ് മതി. അല്ലാത്തവർക്ക് ഗ്രാജുവേഷൻ മാത്രമാണെങ്കിൽ 1 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 22 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് വരുന്നത്. 22 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, അപ്ലിക്കന്റ് മസ്റ്റ് പോസസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആസ് ദേ ആർ എൻ എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ ദി പ്രോഗ്രാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഇതിൽ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ എന്ത് പറയുന്നത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി, ഹയറിംഗ് പ്രോസസ് എങ്ങനെയാണ് നോക്കി, പ്രോഗ്രാം എങ്ങനെയാണ് നോക്കി, പാക്കേജ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഇതിന്റെ പാക്കേജ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്
ആദ്യത്തെ 3 മുതൽ 4 മാസം വരെ എന്തായിരുന്നു, ബാങ്കിൽ നിന്നൊരു സ്റ്റൈപ്പൻഡ് കിട്ടും. 3 മുതൽ 4 മാസം വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ 2 മാസം ഓൺലൈൻ മോഡിലാണ്. അതിൽ നിങ്ങൾക്ക് എന്തായിരുന്നു, പേയ്മെന്റ് കിട്ടില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ആയിട്ട് പൂനെയിലേക്ക് പോയി തുടങ്ങും മുതല്, പൂനെയിൽ 2 മാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 2 മാസം നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻഡ് പോലെയാണ് കിട്ടുന്നത്. ആ മാസം 5000 രൂപ വെച്ചിട്ട് സ്റ്റൈപ്പൻഡ് പോലെയാണ് കിട്ടുന്നത്. ഓക്കെ, ആദ്യമാണ് പറയുന്നത് 2 മാസത്തെ കാര്യമാണ്. അപ്പൊ പൂനെയിൽ നിങ്ങൾക്ക് 5000 സ്റ്റൈപ്പൻഡ് വെച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അപ്പൊ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എത്രയായിരുന്നു, കരിയർ 24/7 നിന്ന് ആ മറ്റേ പൂനെയിൽ 2 മാസം ഉണ്ടാകുമ്പോ 10,000 രൂപ വെച്ചിട്ട് ഓരോരോ മാസം കിട്ടിയിട്ട് അങ്ങനെ എത്ര രൂപയാവും, 2 മാസത്തേക്കും കൂടിയിട്ട് എവിടെ പോയി, ആ 2 മാസത്തേക്കും കൂടി 20,000 രൂപയാവും. അതായത് പൂനെയിൽ പോകുമ്പോൾ ഒരു മാസം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് 15,000 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, 15,000 രൂപയാണ് നിങ്ങൾക്ക് പൂനെയിൽ പോയിട്ട് 2 മാസം അവിടെ പഠിക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ, 15,000. അപ്പൊ നല്ലതല്ലേ, അവിടെ പോയിട്ട് പഠിക്കുമ്പോൾ 15,000 രൂപ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പോസ്റ്റ് ട്രെയിനിങ് പീരീഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ഓൺ ബോർഡഡ് ഇൻ ബാങ്ക്, ഇന്റേൺഷിപ്പ് സ്റ്റേജ് ഓൺവേർഡ്സ്. അപ്പോ ഇവിടെ ബാങ്കിൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ പറഞ്ഞില്ലേ, 5ാമത്തെ മാസം മുതൽ ബാങ്കിൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണെന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്കിൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6.3 to 6.8 lakh per annum ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു, അത്യാവശ്യം നല്ല 50,000 കൂടുതൽ സാലറി ഇവിടെ തന്നെ 5ാമത്തെ മാസം മുതൽ തന്നെ നിങ്ങൾക്ക് 50,000 കൂടുതൽ സാലറി കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു പാക്കേജ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ. 5ാമത്തെ മാസം മുതൽ 50,000 കൂടുതൽ സാലറി എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഫീസ് സ്ട്രക്ചർ ആണ്. നമുക്കറിയാം 3ാമത്തെ മാസം മുതൽ 3ഉം 4ഉം 15,000 കിട്ടുന്നു. 5ാമത്തെ മാസം മുതൽ 50,000 രൂപ കിട്ടുന്നു. സോ ഇതിൽ ഫീസ് സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാം ഒരുമിച്ച് അടക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ജോലി കിട്ടിയിട്ട് കുറെയൊക്കെ അടച്ചാലും മതി. വലിയൊരു ഫീസ് സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. പക്ഷെ വർത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നല്ലതാണെന്ന്. അപ്പൊ ഫുൾ പേയ്മെന്റ് എന്ന് പറയുന്നത് 2,25,000 പ്ലസ് GST ആണ്. അങ്ങനെ 2,65,500 രൂപയാണ് ഇതിന്റെ ഫുൾ പേയ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എൻറോൾമെന്റ് ചെയ്യുന്ന സമയത്ത് 25,000 രൂപയാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടില്ല, അപ്പൊ കൊടുത്താൽ മതി 25,000 രൂപ. ഓക്കെ, ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത് 25,000 രൂപ കൊടുത്താൽ മതി. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. അത് നിങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കണം. 2ാമത്തെ ഇൻസ്റ്റാൾ എന്ന് പറയുമ്പോൾ ക്യാമ്പസ് ടെന്യൂർ അവസാനിക്കുന്നതിന് മുമ്പ് 1,00,000 രൂപ കൊടുക്കണം. അപ്പോ വേറൊരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് EMI അവൈലബിൾ ആണോ? കാരണം ഇത്രയും രൂപ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും എടുക്കാൻ ഉണ്ടാവണമെന്നില്ല അല്ലെ. എല്ലാവരുടെ കയ്യിലും ഇത്ര രൂപ എടുക്കാണെന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും നമുക്ക് EMI ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ, കാരണം ഇത്രയും രൂപ എടുക്കാനില്ല. സോ EMI ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇവിടെ എന്തായിരുന്നു, EMI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എൻറോൾമെന്റ് ഫീ 25,000, ലോൺ അവൈലബിൾ ഫോർ ഫീ പേയ്മെന്റ് ഓഫ് 2 lakhs. അപ്പൊ എന്തായിരുന്നു, 25,000 രൂപ എൻറോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഇന്ന് ഫീ ആയിട്ട് പോകുന്നുള്ളൂ. ബാക്കി 2,00,000 രൂപയ്ക്ക് EMI ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അടക്കണ്ട, ബാങ്കിൽ നിന്ന് സാലറി കിട്ടുമ്പോൾ അവർ പിടിച്ചോളും. അത് കുറച്ചുകൂടി നല്ലതല്ലേ. അപ്പൊ നമുക്ക് അത്രയും 2,00,000 രൂപ ഫീസ് ഉണ്ടോ എന്ന് പറയുന്ന ഒരു അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇതിൽ ആക്സിസ് ബാങ്കിന്റെ തന്നെയാണ് EMI വരുന്നത്. 13% ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. പേ EMI ആഫ്റ്റർ യു സ്റ്റാർട്ട് ഏർണിംഗ് ദി സാലറി. നിങ്ങൾക്ക് എന്തായിരുന്നു, സാലറി കിട്ടി തുടങ്ങിയിട്ട് EMI അടച്ചാൽ മതി. EMI വിൽ സ്റ്റാർട്ട് 6 months ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ ജോബ്. അതായത് നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാലറി EMI പിടിക്കുള്ളൂ. ഇതിൽ ജോലി കിട്ടിയിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സാലറിന്ന് EMI ആയിട്ട് പിടിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം ഫുൾ സാലറി കൊണ്ട് EMI കിട്ടി അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ജോലി കിട്ടി 6 മാസം കഴിഞ്ഞിട്ടാണ് സാലറി പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു സ്കീം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ താഴെ നമ്മൾ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക. അപ്പൊ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും, എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കോൺടാക്ട് ചെയ്തോളും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറെ കോഴ്സുകളൊക്കെ ഉണ്ട്. വേറെ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ കുറച്ച് കോഴ്സുകളുണ്ട്. AI ഡിജിറ്റൽ മാർക്കറ്റിംഗും ഡേറ്റ അനലിറ്റിക്സും കോഴ്സുകളൊക്കെ ഉണ്ട്. ഈ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യുന്നതിലൂടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടും. കാരണം നമുക്ക് 100% കരിയർ അസിസ്റ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ജോലി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.